നമസ്കാരം സർ. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം എന്നത്. കുഞ്ഞുങ്ങൾക്കൊരു 2.5 വയസ്സൊക്കെ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ അങ്ങ് ഉന്തിത്തള്ളി കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ അംഗൻവാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങ് അയക്കും. പിന്നീട് അവിടെയാണ് അവിടുന്ന് മുതൽ ഒരു ഏജ് എത്തുന്നത് വരെ അവിടെയാണ് അവര് പഠിത്തം, വിദ്യാഭ്യാസം എന്നുള്ള കാര്യങ്ങൾ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു, കുഞ്ഞുങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസ പ്രായം എന്ന് പറയുന്നത് 6 വയസ്സാക്കണമെന്ന്. പണ്ട് കമ്പ്യൂട്ടർ അറബിക്കടലിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അത് മൈൻഡ് ചെയ്തിരുന്നില്ല. ആസ് യൂഷ്വൽ ഇവിടെ നമ്മൾ എന്താണോ കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്നത് അത് തന്നെ ഫോളോ ചെയ്തു വന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അതിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്, ഇനി മുതൽ ഈ വർഷമല്ല, വരാൻ പോകുന്ന അധ്യയന വർഷമല്ല, അടുത്ത അധ്യയന വർഷം മുതൽ 6 വയസ്സിലെ കുഞ്ഞുങ്ങളെ നിർബന്ധമായും സ്കൂളിൽ ചേർക്കാൻ പാടില്ലെന്ന്. അപ്പം അതൊരു പോസിറ്റീവാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിലേക്ക് എത്താൻ വൈകി എന്നൊരു ചോദ്യമാണ്. അപ്പം ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ സാറിന്റെ ഒരു നിലപാട് എന്തൊക്കെയാണ്? ഇതൊരു വലിയ കാലിക പ്രസക്തിയുള്ളതും മലയാളിക്ക് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. രണ്ട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ ഇതിന് ഇത്രയും പ്രശ്നം വരാൻ കാരണം. ഒന്ന്, മിക്കവാറും ഭാര്യമാരും ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതായത് സ്ത്രീകൾ ജോലി ചെയ്യുന്നു. അപ്പോൾ ഭർത്താവും സ്ത്രീയും ഭാര്യയും ജോലി ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എത്രയും പെട്ടെന്ന് അവർക്കൊരു 6 മാസം ലീവ് ഉണ്ടാവും. ന്യൂക്ലിയർ കുടുംബമാണ്, അമ്മൂമ്മമാരുണ്ടാവണമെന്നില്ല. എത്രയും പെട്ടെന്നൊരു മാക്സിമം 1 വർഷം കഴിയുമ്പോൾ പതുക്കെ ഡേ കെയറിലോട്ടൊക്കെ ഉണ്ടാക്കും. ഡേ കെയറിൽ നിന്ന് പിന്നെ അങ്ങനെ പഠിത്തം ആരംഭിച്ചിട്ട് 1 വയസ്സായുള്ളൂ, പഠിത്തം ആരംഭിച്ചിട്ട് എത്രയും പെട്ടെന്ന് കുട്ടിയെ സ്കൂളിൽ ചേർക്കുക. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ സമയത്ത് 5 വയസ്സായിരുന്നു. അതുകൊണ്ട് ഒരു 4.5 ആവുമ്പം പണ്ടൊക്കെ പ്രായം കുറച്ച് കൂട്ടി വെച്ച് ചേർക്കുന്ന മാന്യന്മാരുണ്ടായിരുന്നു. അത് പോയി, അതിപ്പോൾ പറ്റത്തില്ല. ഇപ്പം എന്ന് വെച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 5 ആവുമ്പോഴത്തേക്ക് കൊണ്ട് കേരളത്തിൽ ചേർക്കും. 2020 മുതൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുകയാണ്, അവരുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വെച്ചിട്ട് 6 വയസ്സുള്ളവരെ 1-ാം ക്ലാസ്സിൽ ചേർക്കാവൂ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 2020 മുതൽ പറയുകയാണ്. പക്ഷെ കേന്ദ്രം എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഒരു സർക്കാരാണ് കേരളത്തിലുള്ളതെന്നുള്ളതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വെച്ചു. പിന്നെ ആളുകളുടെ പ്രഷർ, അതായത് 5 വയസ്സാകുമ്പോൾ കൊണ്ട് കുട്ടികളെ ചേർക്കും. ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്, അടുത്ത വർഷം തുടങ്ങി, ഈ വർഷമല്ല, അടുത്ത ജൂൺ 1 മുതൽ നമുക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ 6 വയസ്സ് ജൂൺ 1 കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ അടുത്ത വർഷം മുതൽ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരാനാവൂ. ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അവസരമുണ്ട്. അപ്പോൾ മിക്കവാറും ഈ 5 വയസ്സായവരുടെ ഒരു കൂട്ടത്തള്ളായിരിക്കും ഇത്തവണ. ഇത് ഗുണമാണോ ദോഷമാണോ? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ ആയത് എന്തുകൊണ്ട്? ഇതൊരു ഡോക്ടർ എന്ന നിലയിലും കൂടി എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഏറ്റവും നമ്മുടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വിചാരിക്കും ഇത് ഗുണമാണെന്ന്. ഇത് ഗുണമല്ല, ദോഷമാണ്. ഇനി കേരളത്തിൽ എത്ര പേരാണ് നിലവിൽ കേരളത്തിൽ ക്ലാസ് 1, അതായത് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നവരിൽ 48% മാത്രമാണ് 6 വയസ്സിന് മുകളിലുള്ളത്. 52% പേരും ഈ കഴിഞ്ഞ വർഷം പോലും അത് 6 വയസ്സിൽ താഴെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് നമ്മളൊന്ന് ശരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണിത് പറയുന്നത്? കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ച പൂർത്തിയാകാതെ, ഒരു ലെവലെത്താതെ ഔപചാരികമായ പഠനം ആരംഭിക്കുന്നത് വലിയ അബദ്ധമാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 20ഓളം സംസ്ഥാനങ്ങൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം കേരളം നിവൃത്തിയില്ലാതെ അതിലേക്ക് മാറുകയാണ്. ഇത് നമ്മൾ മാത്രമല്ല, എല്ലാ സംസ്ഥാന വിഭാഗങ്ങളും, എഡ്യൂക്കേഷൻ സിസ്റ്റവും, CBSEയും ICSEയും ഒക്കെ ഇത് നടപ്പാക്കി വരികയാണ്. നമ്മൾ പണ്ട് ഈ +2 എന്നാണ് എല്ലാവരും പറഞ്ഞത്. 10-ാം ക്ലാസ് പിന്നെ 2, അത് +1 +2, 10 +2, ഇതായിരുന്നു നമ്മുടെ പഴയ സങ്കല്പം. ഇന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 5 വർഷത്തിന് മുന്നേ വന്ന പോളിസി അനുസരിച്ച് ലോകത്തെ എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സങ്കല്പം മാറുകയാണ്. ഇന്ന് 5+3+
3+4 ഇങ്ങനെയാണ്. ആ കോൺസെപ്റ്റ് തന്നെ മാറി. ഇതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവും. ആ പണ്ട് നമ്മൾ പറയും പിള്ളേരെയൊക്കെ വെറുതെ 1ാം ക്ലാസ്സിൽ പതുക്കെ ചേർത്താൽ മതിയായിരുന്നു. ഇപ്പം വേറെ മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എന്താണ് പറയുക, ഈ LKG UKG പ്രീ LKG ഇവിടെയൊക്കെ ചേർക്കുന്നു. ഇത് മാറി. ഇത് മാറി. ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് പ്രീ സ്കൂള് 3 വർഷം, അത് കഴിഞ്ഞ് ക്ലാസ് 1ഉം 2ഉം കൂടെ ചേർന്നാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സങ്കല്പം. അതായത് ഫൗണ്ടേഷൻ സ്റ്റേജ് തുടങ്ങുന്നത് 3ാമത്തെ വയസ്സിൽ, തീരുന്നത് 8ാമത്തെ വയസ്സിൽ. ഇതിനകത്ത് ഏർലി എഡ്യൂക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നൊരു സങ്കല്പമുണ്ട്. ECCE എന്നൊരു സങ്കല്പം. ഇതിനെ അടിസ്ഥാനമാക്കി അവർ പറയുന്നത് ഇന്ന് കുട്ടികളെ ഇങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഈ 5 വർഷം കൊണ്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക. പക്ഷെ നമ്മൾ പറയുമ്പോൾ പറ എഴുതിക്കുകയോ ABCD പഠിപ്പിക്കുകയോ ഒന്നുമല്ല. കുട്ടികളെ കൊണ്ട് കളിക്കുക, കളികൾ കൂടി കാര്യങ്ങൾ പഠിപ്പിക്കുക, പാട്ടുകളിൽ കൂടി, ഗാനങ്ങളിൽ കൂടി പഠിപ്പിക്കുക, ചിത്രങ്ങളിൽ കൂടി പഠിപ്പിക്കുക, ഒരു ഒപ്പീനിയൻ പറയാൻ പഠിക്കുക പറ്റും. അതായത് 2ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക്, അതായത് 6, 7, 8 ആകുമ്പോഴത്തേക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റും. നമ്മുടെ ആളുകൾക്ക് സ്വന്തമായ അഭിപ്രായമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു ജനതയെ വേണം വളർത്തിക്കൊണ്ടുവരാൻ, സ്വതന്ത്ര ചിന്ത. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. സാമൂഹിക വ്യവഹാരങ്ങൾ കൊടുക്കുക, വാങ്ങുക. അപ്പോൾ ഇങ്ങനെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളികളിൽ കൂടി, ഗാനങ്ങളിൽ കൂടി, ചിത്രങ്ങളിൽ കൂടി, സ്വതന്ത്ര ചിന്തകൾ വളർത്തിക്കൊണ്ട് വരുന്നതിൽ കൂടി, വ്യവഹാരങ്ങൾ നടത്താൻ പഠിപ്പിക്കുന്നതിൽ കൂടിയൊക്കെ ഇതാണ് ഈ ആദ്യത്തെ 5 വർഷം ചെയ്യേണ്ടത്. അപ്പോൾ അപ്പോഴത്തേക്കാണ് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം തുടങ്ങാനുള്ള സമയമാകുക. അടുത്ത സ്റ്റേജിനെയാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലാസ് 3, 4, 5, അതായത് 8 മുതൽ 11 വയസ്സ് വരെ ആകുമ്പോൾ ആകും. അപ്പോഴാണ് നമ്മൾ വിഷയങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഭാഷ, ഗണിതം, ശാസ്ത്രം, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്റ്റേജാണ് ഈ 3 മുതൽ 5 വയസ്സ് വരെ. അതാണ് ഈ പ്രിപ്പറേറ്ററി സ്റ്റേജ്. അതാണ് പിന്നെ മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് 6, 7, 8. അത് എന്താണ്, നമ്മൾ ഓരോ വിഷയങ്ങളും കുറച്ചും കൂടെ ആഴത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങും. ലോജിക്കലായിട്ട് ചിന്തിക്കുക, പ്രോജക്ട്സ് പറയുക, ടീം വർക്കിനെ പറ്റി പറയുക, ഒരുമിച്ച് സംസാരിക്കാനും ഇടപെടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നമ്മുടെ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ, ഹ്യൂമൻ ചിന്തകളുടെ, ന്യൂറോ സയൻസ്, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞാൽ 9, 10, 11, 12 ഒരുമിച്ച്, അതാണ് സെക്കൻഡറി സ്റ്റേജ്. അവിടെ നമ്മൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക, എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുക, എന്ത് തൊഴിലിന് പോകണമെന്ന് തീരുമാനിക്കുക, സ്കില്ലുകൾ അച്ചീവ് ചെയ്യുക, വൊക്കേഷണൽ ട്രെയിനിങ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വളരെ അടിസ്ഥാനപരമായിട്ടാണ് ഈ ഒരു സങ്കല്പം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാതിരുന്നത്. നമ്മൾ മണ്ടന്മാർ ചെയ്യാതിരുന്ന, നമ്മുടെ സംസ്ഥാനം ചെയ്യാതിരുന്നത് ഇത്ര വിശാലമായിട്ട് കൊണ്ടുവന്ന വളരെ ഒരു നല്ല സങ്കല്പമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ സ്റ്റേജാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ശരിക്കും നടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് 5 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ 90% മെച്ചുറാകുന്നത്. ഈ 6 വയസ്സാകുമ്പോഴത്തേക്ക് വളരെ വ്യത്യാസമുണ്ട്. ഞാൻ അതേക്കുറിച്ച് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് വേണം. പണ്ട് നമ്മൾ പറയും നേരിട്ട് 1ാം ക്ലാസ്സിൽ പോയാലോ, അതിപ്പോൾ പ്രയാസമാണ്. പണ്ട് നമ്മൾ പറയും വേറെ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ടാണ്, അല്ലെ നമുക്ക് 1ാം ക്ലാസ്സിൽ ചേർത്താൽ മതിയായിരുന്നു എന്നൊക്കെ പണ്ട് പറയും. ഇന്ന് അങ്ങനല്ല. ഈ 3 വർഷം കൊണ്ട് മറ്റേ കുട്ടികൾ, നിർബന്ധമല്ലെങ്കിലും ഈ 3 വർഷം കൊണ്ട് മറ്റേ കുട്ടികൾ ഇവരുടെ ബഹുദൂരം മുന്നിലെത്തും. ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പഠിപ്പിക്കും. അപ്പോൾ അതൊക്കെ ഇല്ലാതെ നമ്മൾ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്താൽ അബദ്ധമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെയാണ് അപ്പം നമ്മുടെ ഈ കുട്ടിയുടെ ഭാഷ വരിക, മനസ്സ് ശരിയാകുക, സാമൂഹികമായ ബോധം വരിക. ഇതൊക്കെ ഈ ഏർലി ഫേസിലാണ്. നമ്മൾ ഫോർമാറ്റീവ് ഇയേഴ്സ് എന്ന് ഞങ്ങൾ പറയും. ഫോർമാറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്ന കുട്ടിയുടെ ബ്രെയിൻ, അതിൻ്റെ സ്വഭാവം ഒക്കെ രൂപപ്പെട്ട് വരുന്ന സാധനം. ഇതൊക്കെ കൊണ്ടാണ് NEP 2020 ഇങ്ങനെ വേണമെന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുണ്ടായി, 5 വയസ്സിന് മുന്നേ 90% മാത്രമാണ് ബ്രെയിൻ വളരുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ 6 വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ട് ഈ 5ാം ക്ലാസ്സിലെ കുട്ടിയെ ഇരുത്തുകയാണ്. എന്താണ് ഈ 6 വയസ്സുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ശ്രദ്ധ, പക്ഷേ ബ്രെയിൻ അത്രയും വളർന്നു കഴിഞ്ഞു. അവർ ഈ ഒരാൾ 5 വയസ്സ് വരെ എന്ന് പറയുമ്പം അടുത്ത ഒരു 20% കൂടെ അവന് ലൈഫ് എക്സ്ട്രാ ഉണ്ട്. അവൻ്റെ ബുദ്ധി വികസിച്ച് കഴിഞ്ഞു. അതായത് അവൻ്റെ സങ്കല്പങ്ങൾ മാറിക്കഴിഞ്ഞു. ഈ ലോകത്ത് പരിചയമുണ്ട്.
ഒരാൾക്ക് 5 വയസ്സ് ലോകപരിചയം, ഒരാൾക്ക് 6 വയസ്സ്. അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസം വരും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് 6 വയസ്സുള്ള കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും, കുറച്ചും കൂടെ പക്വത വരും, സാമൂഹികമായിട്ട് മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും. ഈ 5 വയസ്സുള്ളവൻ്റെ ഈ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാവില്ല. ഈ 6 വയസ്സുള്ളവൻ്റെ അത്രയും കാര്യം ഇവന് മനസ്സിലാവില്ല, പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പോൾ ഇവന് അപകർഷതാബോധം വരും, പ്രശ്നങ്ങളുടെ തുടക്കമാണ്, പ്രതികരിക്കാൻ അറിഞ്ഞുകൂടാ. 6 വയസ്സുള്ളവൻ സ്ട്രോങ്ങറാണ്, ബുദ്ധിമാനാണ് കൂടുതൽ നാച്ചുറലായിട്ടും. അപ്പോൾ അവനോടാണ് ഈ 5 വയസ്സുകാരൻ മുട്ടി പരാജയപ്പെടുന്നത്. അപ്പോൾ എന്തു പറ്റും? ഇവന് തുടക്കത്തിൽ തന്നെ അപകർഷതാബോധമാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ 5-ാമത്തെ വയസ്സിൽ കൊണ്ട് ചേർത്തത്, നേരെ വിപരീതമായ ഫലമാണ് വരിക. അതിന് പറയുന്നത് റിലേറ്റീവ് ഏജ് ഇഫക്റ്റ് എന്ന് പറയും. അതായത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് 6 വയസ്സുള്ള കുട്ടി ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ട് മുൻതൂക്കമുള്ള ഒരു കുട്ടിയോടാണ് നമ്മൾ കളിച്ച് പഠിക്കുന്നത്. അപ്പം എനിക്ക് അപകർഷതാബോധം 5 വയസ്സുള്ളെങ്കിൽ എനിക്ക് അപകർഷതാബോധം വന്നില്ലെങ്കിലാണ് പ്രശ്നം. ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പുറകിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും സൂപ്പർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു 5 വയസ്സുള്ള കുട്ടിയായിരിക്കണം. അപ്പോൾ ഈ ആത്മവിശ്വാസക്കുറവ്, പാഠങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാനുള്ള കഴിവ്, കൂട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടു പോവുക, ശിക്ഷ ലഭിക്കും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത ടീച്ചറാണെങ്കിൽ അവനെ വഴക്ക് പറയും, അവനെ ശിക്ഷിക്കും, ഞോടും ചോണ്ടും ഇമ്പോസിഷൻ പറയും, വഴക്ക് പറയും. അപ്പോൾ അവൻ്റെ അപകർഷതാബോധം വീണ്ടും കൂടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് ഉദ്ദേശത്തിൽ, നല്ല ഉദ്ദേശത്തിൽ കൊണ്ട് നേരത്തെ കൊണ്ട് ചേർത്തത് വലിയ അപകടമായി മാറുന്നുള്ളതാണ്. ഇനി നമുക്ക് നല്ല ലോകരാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഫിൻലൻഡ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ജപ്പാനിലായിക്കോട്ടെ, ഇവിടെയൊക്കെ 6 വയസ്സ് കമ്പൽസറിയാണ്. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് ഈ 6 വയസ്സിൽ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവരൊരു 3 വർഷം ഈ കളികളിൽ കൂടിയും വളരെ രസകരമായ കാര്യങ്ങൾ കൂടി അതിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ടാണ് 1-ാം ക്ലാസ്സിൽ 6-ാമത്തെ വയസ്സിൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് മെച്ചപ്പെട്ട മനസ്സിൻ്റെ വളർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു, കൂടുതൽ സ്വതന്ത്ര ചിന്ത ഉണ്ടാകുമെന്ന് പറയുന്നു, പഠനത്തോടൊപ്പം മനസ്സും മനോനിലയുമൊക്കെ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഇയർലി എഡ്യൂക്കേഷൻ്റെ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിൻ്റെ സങ്കല്പത്തിനെ നമ്മൾ അവഗണിച്ച് കളയരുത്. ഇത് വളരെ പ്രസക്തമാണ്. നമ്മുടെ അംഗൻവാടികളും പ്ലേ സ്കൂളുകളും ഇതനുസരിച്ച് മാറേണ്ടതുണ്ട്. അവരെ ABCD പഠിപ്പിക്കുകയോ തറപറ പഠിപ്പിക്കുകയോ ഈ പഠിപ്പിക്കുക അല്ല വേണ്ടത്. അവരെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക അല്ല വേണ്ടത്. ഇത് നമ്മളൊക്കെ, എനിക്കറിയാം, ഞങ്ങളുടെയൊക്കെ പിള്ളേരൊക്കെ പലരും ഈ 1-ാം ക്ലാസ്സിൽ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യും, 1-ാം ക്ലാസ്സിൽ ചേർക്കണോ വേണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പം വലിയ പഠിപ്പീരാണ്. ഇതൊക്കെ വലിയ മഹാ അബദ്ധങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഈ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിലല്ല, കുട്ടിയെ എങ്ങനെ വളർത്താം, റെഡിയാക്കാം, ഗെയിംസ്, പാട്ടുകൾ, റൈംസ് ഉണ്ടല്ലോ, നല്ല രസകരമായി പാടുന്ന പാട്ടുകൾ, കഥ പറച്ചിൽ, സോഷ്യൽ പ്ലേ, അവരെ ഇത് ജപ്പാനിലൊക്കെ നല്ല യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സ്കൂളിൽ കുട്ടികൾ ബസ്സിൽ ബിഹേവ് ചെയ്യുന്നത്, അവിടെ ബിഹേവ് ചെയ്യുന്നത്, ഇവിടെ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ വിവിധ സാഹചര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുന്നത് നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയാൽ കാണാം. അപ്പോൾ അതുകൊണ്ട് കേരളം വൈകിയെങ്കിലും ഈ തീരുമാനമെടുത്തത് വളരെ നന്നായി. ഇനി ജൂൺ 1 വരുന്നേ ഉള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണേൽ 5 വയസ്സിൽ ചേർക്കാം. കൊണ്ട് ചേർക്കരുത്, അബദ്ധമാണ്. ഒരു കാരണവശാലും കൊണ്ട് നേരത്തെ, അതായത് 6-ാം ക്ലാസ്, മിക്കവാറും എല്ലാവരും 6-ാം ക്ലാസ്സിലുള്ളപ്പം നിങ്ങളുടെ കുട്ടി 6 വയസ്സുള്ള കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി 5-ാമത്തെ വയസ്സിൽ അവരോടെ കൊണ്ട് വയ്ക്കുന്നത് അപകടമാണ്. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നാച്ചുറലി നിങ്ങളുടെ കുട്ടി രക്ഷപ്പെടണമെന്നും നന്നായിട്ട് വരണമെന്നും മറ്റുള്ളവരെ നിന്ന് മുന്നിലെത്തണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. പക്ഷേ അതൊക്കെ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു പ്രവണത വളരെ അപകടമാണ്. നിങ്ങളുടെ സൗകര്യം നോക്കി, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയും വേറെന്തിനെങ്കിലും വേണ്ടിയ കുട്ടിയെ കൊണ്ട് അവിടെ തള്ളിവിട്ട് എത്രയും പെട്ടെന്ന് 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് കളയാന്ന് വയ്ക്കുന്നത് അപകടമാണ്. അത് ഗുണത്തിനേക്കാളേറെ ദോഷമേ ചെയ്യുള്ളെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരും ന്യൂറോ സയൻസ് അറിയുന്നവരും ഡോക്ടർമാരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 5 വയസ്സേ ആയിട്ടുള്ളെങ്കിൽ ദയവ് ചെയ്ത് ഈ വർഷം കൊണ്ട് ധൃതി പിടിച്ച് ചേർക്കരുത്. അടുത്ത വർഷം തുടങ്ങി 6-ാമത്തെ വയസ്സിലേ നിങ്ങൾക്ക് കുട്ടിയെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഒരുപക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടി ഇത് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി. ഡോക്ടർ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഐ എം എ മദർ ഓഫ് 3-year-old. ഓക്കെ, അവൻ എങ്ങോട്ട് പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അവന് അംഗൻവാടി പോവാൻ ഇഷ്ടമല്ല, അവന് കിൻഡർ ഗാർഡനിൽ പോവാൻ ഇഷ്ടമല്ല. ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നതാണ്. കാരണം ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു രീതിയാണ് 3 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിനെ വീട്ടിൽ നിർത്തരുത്.
എങ്ങോട്ടെങ്കിലും വിടണം ഒരു സംഭവം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇല്ലെങ്കിൽ പാരന്റ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് പേഴ്സണലി ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പഴയ സങ്കല്പമായിരുന്നു വീട്ടിൽ നോക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് കുട്ടിയെ ഇങ്ങനെ തള്ളിവിടുന്നത്, അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല. എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുടെ അമ്മ ഗൈനക്കോളജിസ്റ്റാണ്. 2 മക്കള് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഗൈനക്കോളജി പ്രാക്ടീസ് നിർത്തി, പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഡോക്ടറെ എനിക്കറിയാം. അപ്പോൾ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നിങ്ങളല്ല പഠിപ്പിക്കേണ്ടത്. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. കുട്ടിക്ക് അമ്മയോട്ടൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അവൻ പറ്റുമെങ്കിൽ 5 വയസ്സ് വരെ അവിടെ തന്നെ നിൽക്കും. പക്ഷേ കുട്ടിയെ ഇന്ന് യഥാസമയം മറ്റുള്ള സൊസൈറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെയല്ല. നല്ല രസകരമായി കളികൾ, പാട്ട്, ഇതൊക്കെ വെച്ചിട്ട് കുട്ടിയെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ പഠിപ്പിക്കും. മറ്റേ കുട്ടി ഒറ്റയാനായിട്ടാണ് വളരുന്നത്. ഇപ്പോൾ പറയുന്ന പോലെ അമ്മയെ വിട്ടു പിരിയാത്ത കുട്ടി ഒറ്റയാനായിട്ടാണ് വളരുന്നത്. അവൻ ശാഠ്യം ആണ് പഠിക്കുന്നത്, നിർബന്ധങ്ങളാണ് പഠിക്കുന്നത്. അതല്ല വേണ്ടതെന്നാണ് സർക്കാരിൻ്റെ സങ്കല്പം. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവൻ നല്ല സ്ഥലങ്ങളിൽ, നല്ല രാജ്യങ്ങൾ, ഞാൻ അതാണ് പറഞ്ഞത്, ഫിൻലൻഡ്, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. നല്ല സ്ഥലങ്ങളിലുള്ളതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല രീതി തന്നെയാണ്. ഞാനും വളരെ അടുത്ത കാലത്ത് വരെ വിചാരിച്ചത് കഴിയുമെങ്കിൽ കുട്ടികളെ ഒരു 5 വയസ്സ് വരെ വീട്ടിൽ തന്നെ നിർത്തുന്നതല്ലേ ബുദ്ധി എന്ന് വിചാരിച്ചത്. അത് തെറ്റാണ്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്നത് ഇതാണ് അതിൻ്റെ ശരിയെന്നാണ്. ഓക്കെ, കൺവേ ആണ് സർ, വ്യക്തമാണ് സാർ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ കുഞ്ഞുങ്ങളുടെ 6ാമത്തെ വയസ്സിൽ മാത്രം അവരെ സ്കൂളിൽ ചേർക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് കേരളവും കടന്നിരിക്കുകയാണ്. താങ്ക് യു സർ.